നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാനും പോകുന്നത്. ഇപ്പം ധാരാളം പേര് വന്നിട്ട് നോക്കിയാൽ ഷോർട്സ് ക്രിയേറ്റേഴ്സാണ്. കൂടുതലും എല്ലാവരും ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. കാരണം ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഷോർട്സ് ആകുമ്പോഴേക്കും നല്ല നല്ല കണ്ടൻറ്റ് നമുക്ക് പെട്ടെന്ന് ചുരുങ്ങിയ സമയങ്ങൾക്കകം അപ്ലോഡ് ചെയ്തിട്ട് നല്ല വ്യൂസും കിട്ടാറുണ്ട്. അപ്പോൾ സാധാരണ ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വ്യൂസ് പെട്ടെന്ന് തന്നെ ലഭിക്കാറുണ്ട്. ഇപ്പോൾ സാധാരണ ലോങ് വീഡിയോസിന് കിട്ടുന്നതിനേക്കാളും ഒരുപാട് വ്യൂസ് പെട്ടെന്ന് ഷോർട്സ് ചെയ്യുന്നവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മളൊരു ദിവസം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഒരു ഷോർട്സ് വീഡിയോ അവിടെ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബ് അത് ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ ഉള്ളൊരു ഷോക്ക് അത് പലർക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒരുപാട് പേർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോഴേക്കും ഏറ്റവും വ്യൂസ് കൂടിയുള്ളൊരു ഷോർട്സ് ആ ചാനലിൽ കാണുന്നില്ല. അതുപോലെ ചില സമയങ്ങളിൽ ലക്ഷക്കണക്കിന് വ്യൂസ് വന്നിട്ടുള്ളൊരു ഷോർട്സ് നോക്കുമ്പോഴേക്കും യൂട്യൂബ് അത് അൺലിസ്റ്റഡ് ആക്കിയിട്ട് ഇരിക്കുന്നതായി കാണാം. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് നിങ്ങൾ ഒറിജിനലായിട്ട് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതായിരിക്കും. അതിന് കോപ്പി റൈറ്റോ പ്രശ്നങ്ങളോ ഒന്നും വന്ന് കാണില്ല. ആണെങ്കിൽ അത് ഡിലീറ്റായി പോയതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഷോർട്സ് നമ്മൾ പല വിധത്തിലും ചെയ്യാറുണ്ട്. നമ്മുടെ സ്വന്തം വോയിസിൽ ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് ഓഡിയോ ലൈബ്രറിയിൽ വോയിസ് എടുത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും എവിടെ നിന്ന് മ്യൂസിക് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ മ്യൂസിക് അല്ലാതെ മറ്റുള്ളവരുടെ മ്യൂസിക് എടുത്തിട്ട് നമുക്ക് വോയിസോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഷോർട്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല വ്യൂസ് ലഭിച്ചാലും ഇല്ലെങ്കിലും ഒരു ഷോർട്ടിന് വ്യൂസ് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ വേറൊരു വോയിസോ വേറൊരു സോങ്ങോ ഒക്കെ എടുത്തിട്ട് ചെയ്യുമ്പോഴേക്കും അത് ക്രിയേറ്റ് ചെയ്ത ഒരു ഒറിജിനൽ ആൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വ്യക്തിയുടെ വീഡിയോയിൽ നിന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ വോയിസൊക്കെ എടുത്തിടുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേക വ്യക്തിയുടെ വീഡിയോ ഏതെങ്കിലും കാരണവശാൽ എപ്പോഴെങ്കിലും ഡിലീറ്റ് ചെയ്താൽ അതിൽ നിന്ന് മ്യൂസിക്കോ വോയിസോ എടുക്കുന്ന നമ്മളുടെ വീഡിയോനെ കൂടെ അത് ബാധിക്കും. അപ്പോൾ ആ വ്യക്തിയുടെ ചാനലിൽ നിന്ന് ആ കണ്ടൻറ്റ് ഡിലീറ്റ് ആയാൽ ആ വോയിസ് ഉപയോഗിച്ചിട്ട് ആരൊക്കെ എന്തൊക്കെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെയാണ് ഈ ഇമെയിൽ വരുന്നത്. അപ്പോൾ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആരും എനിക്കറിയാവുന്നവരിൽ പലരും ഇമെയിൽ ഒന്നും ചെക്ക് ചെയ്യാറില്ല. സാധാരണ ഇങ്ങനെ ചുമ്മാ കണ്ടൻറ്റ് ഇട്ടിട്ട് പോകുന്ന പതിവാണ്. അപ്പോൾ ഇമെയിൽ ശ്രദ്ധിക്കാതെ വരുമ്പോഴേക്കും ആ മെയിലിൽ പറയുന്നത് നിങ്ങളുടെ ഷോർട്സ് യൂട്യൂബ് അൺലിസ്റ്റഡായി വയ്ക്കും, 30 ദിവസത്തെ സമയവും തരും. അപ്പോൾ അതിനുള്ളിൽ പബ്ലിക്കിൽ നിന്ന് മാറ്റി അൺലിസ്റ്റഡ് ആയി ഈ ചാനൽ ചെക്ക് ചെയ്യുമ്പോഴേക്കും വീഡിയോ നമ്മൾ കാണില്ല. ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് അൺലിസ്റ്റഡായി കിടക്കുന്ന ഈ വീഡിയോ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ഇടവരുന്നത്. പിന്നീട് 30 ദിവസങ്ങൾ കഴിഞ്ഞാൽ യൂട്യൂബ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോ യൂട്യൂബ് നിങ്ങളുടെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യും. അപ്പോൾ ഈ മെയിൽ മാത്രം നിങ്ങൾ യൂട്യൂബിൽ നിന്നും വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ സാധാരണ ഒരു മെയിലായിട്ട് കരുതിയിട്ട് അതിനെ ഇഗ്നോർ ചെയ്യാതെ ഓരോരോ മെയിലും യൂട്യൂബ് അയക്കുമ്പോഴേക്കും അതിലെന്താണ് ഉള്ളടക്കം എന്നുള്ളത് മറക്കാതെ നിങ്ങൾ നോക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളുടെ ഇമെയിൽ, അതായത് ഏത് ഇമെയിലിൽ നിന്നാണ് നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ മെയിൽ എന്നും നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് മറക്കാതെ അത് ഓർമ്മിക്കുക. ഇമെയിലിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബ് പറയുന്നത് യുവർ ഷോർട്സ് ഹാസ് ബീൻ മ്യൂട്ടഡ് ആൻഡ് മാർക്ക്ഡ് ആസ് അൺലിസ്റ്റഡ് എന്ന് ഉള്ളൊരു മെയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഷോർട്സിൻ്റെ സെർച്ചിലൊക്കെ ഈ വീഡിയോ വരുന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ മെയിൽ എനിക്ക് കുറേ കാലം മുമ്പ് ഇതുപോലെ തന്നെ 2-3 മെയിൽ യൂട്യൂബിൽ നിന്ന് ഇത് സംബന്ധിച്ച് വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ മെയിൽ ശ്രദ്ധിക്കാതെയും അറിയാതെയും പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വ്യൂസ് കിട്ടിയിട്ടുള്ളൊരു ഷോർട്സ് ആയിരിക്കും ചിലപ്പോൾ കുരുങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യമൊക്കെ അറിയാതെ ചില ആളുകൾ വന്നിട്ട് ഷോർട്സ് ചാനലായിരിക്കും അവരുടെ ഷോർട്സ് വെച്ചിട്ട് അതിൻ്റെ 10 മില്യൺ വ്യൂ വെച്ചിട്ട് ഫുൾ മോണിറ്റൈസേഷനോ ഇല്ലെങ്കിൽ 3 മില്യൺ വ്യൂസിൻ്റെ ഹാഫ് മോണിറ്റൈസേഷനോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലോങ് വീഡിയോസൊക്കെ ഇടുന്നവർ കുറവായിരിക്കും. പലരും ഷോർട്സിൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവർ ധാരാളം പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആ വ്യൂസിനെ എയിം ചെയ്തിട്ട് ഒരുപാട് വ്യൂസൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഡിലീറ്റ് ആയി പോയാൽ അതിൻ്റെ
നഷ്ടം, നമ്മൾക്ക് അതിൻ്റെ ആ ടൈം വേസ്റ്റ് ആവുന്നതൊക്കെ നമുക്ക് തിരിച്ച് ആ വ്യൂസ് കൊണ്ടുവരാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും കണ്ടൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കി തിരക്കിനിടയിൽ പലരും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അവരൊക്കെ ഓരോ ഷോർട്സും അതിന് ഒരുപാട് എഫേർട്ടൊക്കെ ഇട്ടിട്ടാണ് അവർ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. കോപ്പിറൈറ്റ് വരാത്ത മ്യൂസിക്കോ വോയിസോ ഒക്കെ എടുത്തിടുക. അപ്പോൾ അതിലൊന്നും ഉൾപ്പെടാത്ത ഇങ്ങനൊരു പുതിയൊരു പ്രശ്നവും കൂടി വന്ന് ചേരുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനത്തെ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നവരൊക്കെ മാനസികമായിട്ട് വളരെയധികം ഷോക്ക്ഡായി പോവും, തളർന്നു പോകും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പോലും അവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം പല പുതിയ യൂട്യൂബേഴ്സിനും ഇതറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വീഡിയോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ട് നല്ല സപ്പോർട്ട് തന്നെ കിട്ടി, നല്ല നല്ല കമൻസ്. എനിക്ക് പ്രധാനമായിട്ടും ഒരുപാട് വ്യൂസ് വരണമെന്നും അങ്ങനെയൊക്കെയല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇടുന്ന വീഡിയോസ് വന്നിട്ട് കുറച്ച് പേർക്കാണെങ്കിലും, ഒരു 10 പേരാണെങ്കിലും 100 പേരാണെങ്കിലും അത്രയെങ്കിലും പേർക്ക് അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് കിട്ടട്ടെ. സ്വന്തം അനുഭവങ്ങളിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ പുതിയ യൂട്യൂബേഴ്സിന് അത് കുറച്ച് പേരായാലും അത് യൂസായി ഇരിക്കട്ടെ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് നല്ല നല്ല സഹോദരന്മാർ അതൊക്കെ കണ്ടിട്ട് അവർ ഒരുപാട് പേര് അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെ ചാനൽ ഒരുപാട് പേരുടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അവർക്കൊക്കെ നല്ല, ഇപ്പോൾ ഇടയ്ക്കൊക്കെ കുറച്ച് ഇന്നലെയും കുറേ കമൻസൊക്കെ കണ്ടിരുന്നു, വ്യൂസ് കുറേ കുറയുന്നു, എന്താണ് പ്രശ്നം? അത് സാരമില്ല, യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നാലേ ഓരോരുത്തർ അന്യായമായിട്ടുള്ള രീതിയിലൊക്കെ വ്യൂസും ഇതുമൊക്കെ വാച്ച് അവേഴ്സൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ചേഞ്ചസ് വരുത്താനായിട്ടാണ് യൂട്യൂബ് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വ്യൂസ് ഇടയ്ക്കൊന്ന് കുറയും, പിന്നെയും കൂടും. അപ്പോൾ അതൊക്കെ ഒരു നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പതിവ് പോലെ തന്നെ പുതിയ കണ്ടൻറ്റ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വർക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പം നല്ല രീതിയിൽ മുമ്പോട്ട് റെഗുലറായിട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നുള്ള റിവാർഡും അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ റെഗുലറായിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും ഗ്രോ ചെയ്യാനും സഹായിക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.